ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കട്ട മസിൽ. വേണമെങ്കിൽ വ്യായാമം ചെയ്ത് ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ കട്ട മസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കട്ട മസിൽ മരണം വരെ ഉപകരിക്കത്തുള്ളൂ. എന്നാൽ ആത്മീയ മസിൽ അത് സ്വർഗം വരെ എത്തുന്ന ഒരു കാര്യമാണ്. ഇതിലേതാ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. കട്ട മസിൽ മതിയോ? മരണം വരെ അത് നമുക്ക് ഉപകാരപ്രദമായേക്കാം. പലരും അതേക്കുറിച്ച് പലതും പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തേക്കാം, പ്രശംസിച്ചേക്കാം. പക്ഷേ സ്പിരിച്വൽ സിക്സ് പാക്ക്, ആത്മീയ മസിൽ, അതാണ് ശരിക്കും സ്വർഗം വരെ നമ്മുടെ കൂടെ വരിക. അതല്ലെങ്കിൽ സ്വർഗം വരെ എത്താൻ നമ്മളെ സഹായിക്കുന്നത് ഈ ആത്മീയ മസിലാണ്. നമുക്കറിയാം, ചില ചെറുപ്പക്കാർ ഒരുപാട് ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് വേണമെങ്കിൽ സമ്പാദിച്ച അവരുടെ കട്ട മസിൽ എങ്ങാനും ഒരു രോഗം വന്ന് മരണപ്പെട്ടാൽ, ഒരു ആക്സിഡൻറ്റ് വന്ന് മരണപ്പെട്ടാൽ അതോടെ തീർന്നു കട്ട മസിലിൻ്റെ പ്രസക്തി. അത് മണ്ണോട് മണ്ണായി തീരേണ്ടതാണ്. പക്ഷേ ആത്മീയ മസിൽ, സ്പിരിച്വൽ സിക്സ് പാക്ക്, അത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തിക്കാൻ അത് ഉപകരിക്കും. സ്വർഗം വരെ അത് നമ്മുടെ കൂടെ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് വളരെ നല്ലതാണ്. പല സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ക്രേസിയാണ്, ഭ്രാന്ത് പിടിച്ചതുപോലെ. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം അവരുടെ മകനെക്കുറിച്ചാണ്. അച്ഛാ, മസിലുണ്ടാകാനൊക്കെ ആഗ്രഹിക്കുന്നതും പ്രയത്നിക്കുന്നതും നല്ലതാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇതുപോലെ ഇതൊരു ഭ്രാന്തായി മാറുന്നത്, അതാണ് എൻ്റെ മകന് പറ്റിയിരിക്കുന്ന ഒരവസ്ഥ. അവർ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ മകന് വന്നിരിക്കുന്നത് ആ ഒരവസ്ഥയാണെന്ന്. ഭ്രാന്തായിട്ട് മാറിയിരിക്കാൻ. നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ആത്മീയ നന്മകൾ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ പോലും അതിൻ്റേതായ സുഖം അനുഭവിക്കാൻ പറ്റും. സ്പിരിച്വൽ സിക്സ് പാക്കിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് യേശു ക്രിസ്തു. ഈ ഒരു ആത്മീയ മസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് യേശു എന്നുള്ളത് ചില വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ ചില മനോഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പലരും അവനെ അവരുടെ ഗ്രാമത്തിൽ തന്നെ നിർത്താൻ നോക്കി. പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് മറ്റ് ഗ്രാമങ്ങളിലേക്കും പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യബോധം അവനുണ്ടായിരുന്നു. പത്രോസ് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, നീ ഒരു കാരണവശാലും ജെറൂസലേമിലേക്ക് പോകരുത്, പോയാൽ നിന്റെ ജീവൻ അപകടത്തിലാകും. അങ്ങനെ പറഞ്ഞിട്ട് പോലും കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാത്താന് പുറകോട്ട് പോകും. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഒരു നല്ല മനുഷ്യനെ പോലെ തൻ്റെ ഗുരുനാഥൻ്റെ ജീവൻ സംരക്ഷിക്കാനാണ് പത്രോസ് നോക്കിയത്. പക്ഷേ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ജെറൂസലേമിലേക്ക് യേശു പോയെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവന് ഈ സ്പിരിച്വൽ സിക്സ് പാക്ക് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്ങനെ ഉണ്ടായി? ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, സ്പിരിച്വൽ സിക്സ് പാക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു 6 കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഈ 6 കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ നമുക്കും സ്പിരിച്വൽ മസിൽ ഉണ്ടാകും, ആത്മീയ മസിൽ ഉണ്ടാകും. അത് നമ്മെ സ്വർഗം വരെ അനുഗമിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഏതൊക്കെയാണ് ഈ 6 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് നിരന്തരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നിരന്തരമായ പ്രാർത്ഥന, പതിവായിട്ട് പ്രാർത്ഥിച്ചത്. അതാണ് ഈ ഒരു ആത്മീയ മസിൽ അവന് സമ്മാനിച്ചത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2744 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന ഒരു നിർണായക ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് പ്രാർത്ഥന. നമുക്ക് യേശുവിനെ പോലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥന വേണം. യേശു അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ച രംഗം മർക്കോസ് 1:35, ലൂക്ക 4:42 ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ചു. വചനം നമുക്കാണേലും നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. പ്രഭാഷകൻ 32:14, അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 14-ാമത്തെ വചനം, അവിടെ എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റും, ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കാര്യം യേശുവിൽ നിന്ന് നാം പഠിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ലൂക്ക 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശു പ്രാർത്ഥിച്ചു. ഇന്ന സമയമൊന്നുമില്ല, ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രാർത്ഥന, ഇതെല്ലാം നടത്തിയ ഒരു വ്യക്തിയാണ് യേശു. അങ്ങനെയാണ് ആത്മീയ മസിൽ അവനെ പണിതുയർത്താൻ സാധിച്ചത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യമാണ് അധ്വാനിക്കാനുള്ള സന്നദ്ധത. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, അവനെ ഈ മരപ്പണിക്കാരൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? അവന് മരപ്പണി ചെയ്തതുകൊണ്ടാണ്. മർക്കോസ് 6-ാം അധ്യായം 3-ാമത്തെ വചനം എടുക്കുമ്പോൾ ഈ കാര്യം അവിടെ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിലാണേലും ദൈവം പറയുന്നുണ്ട്, വചനത്തിലൂടെ അല്പം വിതച്ചാൽ അല്പം മാത്രം നീ കൊയ്യും. 2 കൊരിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നതാണ്, ധാരാളം കൊയ്യണമെങ്കിൽ ധാരാളം വിതയ്ക്കണം. അധ്വാനിക്കുന്നവർക്കാണ്
അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ടാവുക. പ്രഭാഷകൻ 33:28 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ നേരെ വിപരീതം അലസതയിൽ ജീവിക്കുന്നവർ, അലസത തിന്മകൾ വളർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കാൻ ആരോഗ്യം ഉണ്ടായിട്ട്, അതിന് കഴിവുണ്ടായിട്ട്, സമയമുണ്ടായിട്ട്, അവസരമുണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം സാത്താൻ്റെ പണിപ്പുരയായി മാറും. തിന്മകൾ വളർത്തുന്ന ആ വ്യക്തികളായിട്ട് നമ്മൾ മാറും എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമത്തെ ഒരു കാര്യമാണ്, വ്യവസ്ഥകളില്ലാതെ ക്ഷമിച്ച ഒരു വ്യക്തിയാണ് യേശു. ഇക്കാര്യം നമ്മൾ ചെയ്താൽ ഒരുപാട് ആത്മീയ വളർച്ച നമുക്കുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം 42:10 മുതൽ വായിക്കുമ്പോൾ, ജോബിനെ ദ്രോഹിച്ച, ജോബിനെതിരായിട്ട് സംസാരിച്ച, ജോബിനെ പരിഹസിച്ച പല വ്യക്തികളുണ്ടായിരുന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോബ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ജോബ്. അപ്പോൾ അവൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു. അവന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു കൊടുത്തു. ഈ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ ഒരാത്മീയ മസിൽ നമുക്ക് പണിതുയർത്താൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 23:34 കുരിശെ കടന്ന് കുരിശിലേറ്റവരോട് ക്ഷമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 7:60 വചനം, അവിടെ നമ്മൾ കാണുന്നത് സ്തേഫാനോസ് തന്നെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, സമ്പൂർണമായ അനുസരണം. നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം. ഫിലിപ്പിയർ 2-ാം 8 കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ച യേശു. നിയമാവർത്തനം 11, നിയമാവർത്തനം 15 ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷ, ശാപം, നഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് വരാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റും നമ്മൾ കാണുന്നുണ്ട്, പ്രലോഭനങ്ങളെ നിരന്തരം അതിജീവിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ലൂക്ക 4, മത്തായി 4 വായിച്ചാൽ ഏതെല്ലാം രീതിയിലുള്ള പ്രലോഭനങ്ങൾ അവനുണ്ടായി, പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ യേശുവിന് സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിന് ഏറ്റവും നല്ലൊരു വെപ്പൺ, ഒരായുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. യേശുവിന് അതുപോലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് സഞ്ചരിക്കാൻ യേശുവിന് സാധിച്ചു. അവസാനത്തെ ഒരു കാര്യം, ലക്ഷ്യബോധം. ഇത് യേശുവിനുണ്ടായിരുന്നു. നമ്മൾ ഒരു പർപ്പസ് ഡ്രിവൺ ലൈഫ്, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ലക്ഷ്യബോധം. നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നമ്മുടെ ലക്ഷ്യം സ്നേഹമായിരിക്കണം. 1 കൊരിന്തോസ് 14 ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അതിനുവേണ്ടി ഉത്സാഹത്തോടെ നിങ്ങൾ അധ്വാനിക്കുവിൻ എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ 6 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചാൽ നമുക്കും ആത്മീയ മസില് അത് പണിതുയർത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്വർഗം വരെ അത് നമ്മുടെ കൂടെ വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് മുൻതൂക്കം നൽകി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.